ദൈവം പ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നില്ല. ദൈവം മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ അരുളപ്പാട് മനുഷ്യൻ കേൾക്കുന്നില്ല. ഒരു നിശബ്ദമായ ഇരുണ്ട കാലഘട്ടമാണ് 400 വർഷം. ആ 400 വർഷത്തിന് ശേഷം വരുന്നതും ഒരു പ്രവാചക ശബ്ദമാണ്. ആ ശബ്ദമാണ് യോഹന്നാന്റെ ശബ്ദം. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവീൻ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം ഒരു ന്യായവിധിയുടെ ദൂത് കൊണ്ട് അവസാനിക്കുമ്പോൾ പുതിയ നിയമം തുടങ്ങുന്നതും ഒരു ന്യായവിധിയുടെ ദൂത് കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിയിൽ എന്നെ കേൾക്കുന്ന ദേശനിവാസികളെ, ഇന്ന് രാത്രിയിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, നാം തിരിച്ചറിയേണ്ട ഒരു പരമാർത്ഥമായ സത്യമുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്റെ സഭയെ ചേർക്കുവാനുള്ള സമയം ആഗതമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ വിശുദ്ധ തിരുവെഴുത്തിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പാടുകാരനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ ആത്മവിവശതയിൽ കണ്ടുകൊണ്ട് ഒരു ദൂത് വിളിച്ചു പറയുന്നു: വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കാകുന്നവൻ അഴുക്കാകട്ടെ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് മണവാളന് വേണ്ടി ഒരുക്കപ്പെടേണ്ട ഒരു അന്ത്യ നിമിഷത്തിലേക്ക് ദൈവസഭ കടന്നു വന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. എന്നാൽ ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെയാ പറയുന്നത്. എന്താണെന്നറിയാമോ? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, പിന്നെയും നാം അടിമയുഗത്തിൽ കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യമാണ്. ഒരു കാലത്ത് പാപത്തിന്റെ അധീനതയിൽ ദൈവത്തെ അറിയാത്തവരായി, ദൈവമായി ബന്ധമില്ലാത്തവരായി, ഇരുട്ടിന്റെ അനുഭവത്തിൽ ജീവിച്ച എന്നെയും നിന്നെയും കാൽവരിയുടെ കുലത്തലങ്ങളിൽ ചങ്കിൽ നിന്നൊഴുകിയ ചോര കൊണ്ട് വിലക്കി വാങ്ങി യേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് സ്ഥാപിച്ചത് മുഖാന്തരം നമുക്ക് യേശു ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ ശബ്ദപരിധിയിൽ കേൾക്കുന്ന ദേശനിവാസികളോട് ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുവാനുള്ളത്: പാപത്തെ പച്ചവെള്ളം വലിച്ചു കുടിച്ച് ജീവിതത്തെ പാഴാക്കുന്നവരാരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന യൗവനക്കാരുണ്ടെങ്കിൽ, ഞങ്ങൾ വിളിച്ചു പറയുന്നു: നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ ഇവിടുത്തെ മതസംഹിതകൾക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ മതങ്ങൾക്കോ ഇസങ്ങൾക്കോ കഴിയത്തില്ല. മറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് ആധികാരികമായി പ്രഖ്യാപിക്കുന്നു: യേശു ക്രിസ്തുവിലൂടെ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ജീവിതത്തെ പാഴാക്കിക്കൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് മുൻപോട്ട് പോകുന്ന ഒരു യുവതലമുറയാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കർത്താവ് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരിയുടെ കുലത്തളം വരെ 2 കാട്ടുമരങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെട്ട പച്ചമര കുരിശു ചുമന്നുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് കടന്നു പോകുമ്പോൾ ഒരു കൂട്ടം സ്ത്രീകൾ യേശുവിന്റെ അരോധനമായിരിക്കുന്ന ശരീരത്തിലേറ്റ മുറിപ്പാടുകളും തലയിൽ അതേ വെച്ച മുൾക്കിരീടത്തിൽ നിന്നൊഴുകുന്ന രക്തവും കണ്ടിട്ട് യേശുവിനെ നോക്കി അവർ കരയുകയാണ്. യേശുവിനെ നോക്കി കരയുന്ന ആ സ്ത്രീകളോട് യേശു ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചൊല്ലി കരയുവീൻ. ഇന്ന് രാത്രി ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളെ, സ്നേഹിതരെ, എനിക്കിന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു പറയാനുണ്ട്: നിങ്ങൾ നിങ്ങളുടെ തലമുറകളെ ഓർത്തു കരയുവീൻ. എന്താ കാരണമെന്നറിയാമോ? ഇതൊരു ദുഷ്കാലമാണ്. ഇതൊരു ദുഷ്കാലമാണ്. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ വേദനിപ്പിക്കുന്ന അനേക സംഭവ വികാസങ്ങളുടെ പരമ്പരകളാണ് സോഷ്യൽ മീഡിയ അടക്കമുള്ള മറ്റ് TV പോലെ പത്രം പോലെയുള്ള മാധ്യമങ്ങളിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൻ
മക്കളെ കൊല്ലുന്നു, മക്കളപ്പനെ കൊല്ലുന്നു, സ്വന്തം കുഞ്ഞിനെ യാതൊരു മാതൃകരണമില്ലാതെ മുറിച്ച് ബാഗുകളിലാക്കി വീഥികളിലും പുഴകളിലും വലിച്ചെറിയുന്നു. ഒരു മാതാവിൻ്റെ ആ അവസ്ഥയൊന്നോർത്തെ. ഈ നൂറ്റാണ്ടിൽ നമ്മുടെ മനുഷ്യ മനസ്സിനെ തളർത്തുന്ന, വേദനിപ്പിക്കുന്ന അനേക രോധനമായ വാർത്തകളല്ലേ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. യെശയ്യാപ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. പ്രിയമുള്ളവരെ, 9 മാസം 9 നാഴിക 9 വിനാഴിക അമ്മയുടെ ഗർഭഗത്തിൽ വഹിച്ചിട്ട് ആ കുഞ്ഞിന് ഒരു പിറവി കൊടുക്കുകയാ. സ്തോത്രം. വളരെ വേദനയോടുകൂടെ പ്രസവിക്കുന്ന ഒരു മാതാവ് സ്വന്തം കുഞ്ഞിനെ യാതൊരു മടിയുമില്ലാതെ കപ്പക്കാലായാലും കുരിശും തൊട്ടിയുടെ കീഴിലും ഓടയിലും അതുമല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കൊന്ന് ബായികളിലാക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത ലോകത്തിലല്ലേ ഞാനും നിങ്ങളും ജീവിക്കുന്നതാണ്. സ്തോത്രം. ഇന്ന് നമുക്കറിയാം, പണത്തിന്റെയും മതത്തിന്റെയും പേരിലുള്ള കൂട്ടക്കൊലകൾ നിത്യസംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ നാം വീക്ഷിക്കുമ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ എത്രയോ കുടുംബങ്ങൾ തീരാ ദുഃഖത്തിൽ ജീവിതം മുൻപോട്ട് കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? അതുകൊണ്ടാണ് ഇതിനെയെല്ലാം കണ്ടുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും ചെന്ന് എന്ത് ചെയ്യണം? കരയണം. നിങ്ങളുടെ തലമുറകളെ ഓർത്ത് നിങ്ങൾ കരയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത നിമിഷം ഈ ഭൂമിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്കറിയത്തില്ല. പ്രിയമുള്ളവരെ, ഈ ലോകത്ത് എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരു ശാസ്ത്രത്തിനും അറിയാൻ പറ്റാത്ത കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തുകളിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഈ ഭൂമി കിറുകിറ കീറുന്നു, കുടുകുട പൊട്ടുന്നു, കാവൽമാനം പോലെ ആടുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. അത് വീഴുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഭൂമി വീഴുവാൻ പോകുന്നു. അതെ, ഭൂമി വീഴുവാൻ പോകുന്നു. എന്താ കാരണം? ഭൂമിയുടെ മേൽ അതിന്റെ അകൃത്യം ഭാരമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അകൃത്യം ഭാരമായിരിക്കുന്നത് കൊണ്ട് ഈ ഭൂമി തകരുവാൻ പോകുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല. എത്രയോ കാലങ്ങൾക്കപ്പുറത്ത് പ്രവാചകന്മാരിലൂടെ സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ചതാണ്, ഈ ഭൂമിയെ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളും പാർക്കുന്ന ഈ സ്ഥലം നമുക്ക് ശാശ്വതമല്ല. ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും പാർക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളോട് വിളിച്ചു ചോദിക്കുവാൻ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നിത്യത നിങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്താ കാരണമെന്നറിയാമോ? കർത്താവ് വരാൻ താമസിച്ചാൽ ഈ ഭൂമിയിൽ ജനിച്ച എല്ലാ മനുഷ്യനും മരിക്കും. മരണം ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ്. കൊട്ടാരമായാലും മൃത്യു അവിടെയും കടന്നു ചെല്ലും. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ചോദിക്കുന്നു, മനുഷ്യ, ദൈവം നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ എന്ത് ഉത്തരം പറയും? തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും അവന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ ചക്രവർത്തിമാരായ ഈ ആളുകളെ നമുക്കറിയാം. കേരളത്തിലെ യൂസിഫ് അലിയും ഇന്ത്യയിലെ അംബാനിയും അമേരിക്കയിലെ ബിൽഗേഴ്സും ബ്രൂണയിലെ സുൽത്താനുമൊക്കെ കൊട്ടാരത്തിനകത്ത് സുഖലോലുപരായി ജീവിക്കുന്നവരാ. എന്നാൽ തിരുവെഴുത്ത് പറയുന്നു, ഏതു മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം. മനുഷ്യന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് വിട്ട ശ്വാസം അകത്തേക്ക് വലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ 6 അടി മണ്ണിൽ നീറിയൊടുങ്ങുന്ന വെറും ഭൗതികമായ ശരീരം മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ മനുഷ്യ, നീ എന്തിനാണ് അഹങ്കരിക്കുന്നത്? എന്തിനാണ് നിഗളിക്കുന്നത്? നീ എന്തെല്ലാം ഈ ലോകത്ത് നേടിയാലും നിന്റെ ശ്വാസം പോയാൽ നീ ഒന്നുമല്ല എന്ന് തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്? ഒരു മനുഷ്യനും അഹങ്കരിക്കുവാൻ വഴിയില്ല. തിരുവെഴുത്ത് ഇങ്ങനെയാ പറഞ്ഞത്, സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും ഒരു നന്മ നിനക്ക് ലഭിച്ചെങ്കിൽ നീ അതിനകത്ത് അഹങ്കരിക്കരുത്.
പറഞ്ഞോണം, ഇത് ദൈവത്തിന്റെ കൃപയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാ. നിന്റെ പേഴ്സണാലിറ്റി കണ്ടിട്ടല്ല, കുടുംബ മഹിമ കണ്ടിട്ടല്ല, വിദ്യാഭ്യാസത്തിന്റെ യോഗ്യത കണ്ടിട്ടല്ല, നിന്റെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കണ്ടിട്ടല്ല, നീ ഒന്നുമല്ലെന്ന് ദൈവം നിന്നെ കുറിച്ച് കണ്ടതുകൊണ്ടാ ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് ഇന്ന് രാത്രിയുള്ളവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവകൃപയാണ് പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ കൃപയാണ്. സ്തോത്രം. തിരുവെടുത്ത് പറയുകയാണ്, സ്തോത്രം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇത് വേദപണ്ഡിതന്മാർ അവരുടെ സ്വന്തം ബുദ്ധിയിലും യുക്തിയിലും എഴുതിയതല്ല. 40 എഴുത്തുകാർ വിവിധ സാഹചര്യങ്ങളിൽ വിവിധ കാലയളവിൽ ജീവിച്ചവരുണ്ട്. അവിടെ കൃഷിക്കാരുണ്ട്, മുഖ്യന്മാരുണ്ട്, തത്വജ്ഞാനികളായിട്ടുള്ള ആൾക്കാരുണ്ട്, രാജാക്കന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്. ഇവരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ തിരുവെഴുത്തെഴുതിയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് യാതൊരു വാട്ടവും കോട്ടവും ഇല്ല. ദൈവത്തിന്റെ ആത്മാവ് എന്തു പറഞ്ഞോ അത് സംഭവിപ്പാനിടയായിത്തീരും. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പ്രവാചകന്മാരുടെ തൂലിയക്കകത്തു നിതിർന്നു വീണ ആ തിരുവെഴുത്തിന്റെ സന്ദേശം അതൊരു ന്യായവിധിയുടെ ദൂതാണ്. വരുവാനുള്ള ന്യായവിധി എന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇന്ന് രാത്രികാലം നാം നമ്മെ തന്നെ ഒരുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ഒരു രാത്രിയുടെ അല്ലേ? സ്തോത്രം. നമുക്ക് എന്തിനെങ്കിലും കുറവ് ഈ രാത്രി ഉണ്ടോ? സ്തോത്രം. നമുക്കൊന്നിനും കുറവില്ല. ഒരു മനുഷ്യനെ നോക്കിക്കേ, അവന് പാർക്കാൻ നല്ല വീടുണ്ട്, സഞ്ചരിക്കുവാൻ നല്ല വാഹനമുണ്ട്, ആവശ്യത്തിലധികമായി ബാങ്ക് ബാലൻസ് ഉണ്ട്. ഒന്നിനും കുഴപ്പമില്ല, ഒന്നിനും കുറവില്ല. എന്നാൽ ആ മനുഷ്യനെ വിളിക്കുന്ന പേരാ മൂഢ. ഇന്ന് രാത്രി ദൈവം നിന്റെ പ്രാണനെ ചോദിച്ചാൽ നീ എന്ത് ഉത്തരം പറയും? എന്നാൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മരണം മനുഷ്യനെ കാർന്നു തിന്നതിന് മുമ്പേ ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ഞങ്ങൾക്ക് വിളിച്ചു ചോദിക്കുവാനുള്ളത്, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നീ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുള്ള ടൈം ഇപ്പോഴാണ്. അടുത്ത നിമിഷം എന്ന് പറയുന്നത് നിന്റെ സമയമല്ലോ. അടുത്ത നിമിഷം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സമയമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നേക്കാൾ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ സമയമാണ്. യാതൊരു ചിലവും അതിനില്ല. ഒരുപക്ഷെ അധികം പണം ചിലവഴിച്ചിട്ട് നിന്റെ രോഗത്തിനോ നിന്റെ ഭവനത്തിന്റെ ഉന്നതമായ അവസ്ഥയ്ക്കോ നിന്റെ ഉയർച്ചയ്ക്കോ വേണ്ടി നേർച്ചകളോ കാഴ്ചകളോ തീർത്ഥാടനങ്ങളോ പദയാത്രകളോ മലകയറ്റങ്ങളോ ക്രിയകളോ കർമ്മങ്ങളോ ഒക്കെ ചെയ്തെന്ന് വരാം. അതെല്ലാം നിന്നെ പരാജയത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അതെല്ലാം നിന്നെ കുറിച്ച് നിന്റെ മനസ്സാക്ഷി ആക്ഷേപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ ഇന്ന് രാത്രി ഉയർത്തി കാണിക്കുന്ന ഒരുവനുണ്ട്. അത് മറ്റാരുമല്ല, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിന്റെ കോടിദൂതൻ, ദൂതന്മാരുടെ ആരാധന വസ്തു, സ്വർഗത്തിന്റെ മണിമകുടമായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കാരാഗ്രഹത്തിന്റെ ഇരുളടഞ്ഞ ആ പ്രതിസന്ധിക്കകത്ത് നിൽക്കുമ്പോഴും ദൈവം തന്നെ ദൂതനെ അയച്ച് സ്തോത്രം പത്രോസിനെ വിടുവിക്കുമ്പോൾ കാരാഗ്രഹ പ്രമാണി ചോദിക്കുന്നു, യജമാനന്മാരെ, ഞാൻ രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണം? സ്തോത്രം. തിരുവെഴുത്തിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ ദേശത്തോട് വിളിച്ചു പറയുവാനുള്ളത്, രക്ഷയ്ക്ക് വേണ്ടി ഇനി പല വഴികൾ ഓടണ്ട, ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. യേശു മരിച്ചത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയല്ല. യേശു മരിച്ചത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അവിടെ പണ്ഡിതനെന്നോ പാമരനെന്നോ ഇല്ല, കുചേലനെന്നോ കുബേരനെന്നോ ഇല്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഇല്ല. ജാതി വർഗ വർണ്ണ വ്യത്യാസങ്ങൾ കൂടാതെ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവനായി കടന്നു വന്ന യേശുവിനെ ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിക്കാമെങ്കിൽ നിന്റെ പാപം ഇന്ന് രാത്രി അവൻ ക്ഷമിക്കപ്പെടുകയാ.
നിന്റെ രോഗം ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കുകയോ? 12 വർഷത്തോളം രക്തസ്രാവത്താൽ ഭാരപ്പെട്ട സ്ത്രീ പല വൈദ്യന്മാരിലും ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാതുകളിൽ കേട്ടു, യേശു ഈ തെരുവിധിയിലൂടെ കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവൾ ഹൃദയത്തിൽ ആഴമായി വിശ്വസിച്ചു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ എനിക്കൊന്ന് തൊട്ടാൽ മതി. അവൻ എന്നോട് കൽപ്പിക്കണ്ട, അവൻ എന്നെ ശാസിക്കണ്ട, അവന്റെ വസ്ത്രത്തിന്റെ തുമ്പിൽ എനിക്കൊന്ന് തൊട്ടാൽ എൻ്റെ രോഗം സൗഖ്യമാകുമെന്നുള്ള വിശ്വാസത്തിന്റെ വേലിയേറ്റം അവളുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടപ്പോൾ സകല മനുഷ്യരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് അരിമനാഥനായ യേശു യെരിഹോവിന്റെ തെരുവീതിയിലൂടെ കടന്നു പോകുമ്പോൾ അവന്റെ വസ്ത്രത്തിൽ ഓടിച്ചെന്ന് തൊട്ടവളുടെ മേൽ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മീറ്റിംഗിൽ ഇന്ന് രാത്രി നീ സംബന്ധിക്കുമ്പോൾ ചില വിഷയങ്ങളുടെ നടുവിൽ ഞരങ്ങിക്കൊണ്ടായിരിക്കാം, ആരോടും തുറന്നു പറയാത്ത ചില വേദനയുടെ നടുവിലായിരിക്കാം, കുടുംബ പ്രശ്നം നിമിത്തം നീ തകർക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, രോഗം നിമിത്തം നീ തകർക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, സാമ്പത്തിക കടബാധ്യതകൾ നിമിത്തം നീ തകർക്കപ്പെട്ട വ്യക്തിയായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടിയായി വേദി ഒരുക്കിയത്, നിനക്ക് വേണ്ടിയായി പ്രസംഗം ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്, നിന്നെ തേടിയോ യേശു ഇതിനകത്ത് ഇന്ന് രാത്രി വന്നത്. അതുകൊണ്ട് വിളിച്ചു പറ, കർത്താവേ, എന്റെ വിഷയത്തിനകത്ത് ഒരു വിടുതൽ തരുമാറാകണമേ. ഇന്ന് രാത്രി മുഖം നോക്കാതെ വിടുതൽ തരുന്ന അരിമനാഥൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ സ്തോത്രം തകർന്ന അവസ്ഥയുടെ നടുവിൽ, നീർന്ന വിഷയങ്ങളുടെ നടുവിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കുവാൻ കഴിയാതെ, ഒറ്റപ്പെട്ട അവസ്ഥയുടെ നടുവിൽ ഒരു കുറുമ്പ്രാവ് കുറുങ്ങുന്നത് പോലെ കുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നീയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുന്നു, അവൻ നിന്നെ സൗഖ്യമാക്കുന്നവൻ, നിന്റെ വിഷയത്തെ അവൻ വിടുവിപ്പാൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി കുറുതായി പോയിട്ടില്ല. നീ യേശുവിൽ വിശ്വസിക്ക്, അവൻ നിന്നെ രക്ഷിപ്പാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 2:12 ഇങ്ങനെ നാം വായിക്കുന്നു. സ്തോത്രം. എന്താ സ്തോത്രം? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, അല്ലേ? എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. സ്തോത്രം. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല, വേറൊരു വഴികളുമില്ല. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ, ഒരേ ഒരു വഴിയുള്ളൂ, ഒന്നര വഴിയില്ല, 1.25 വഴിയില്ല, ഒരേ ഒരു വഴി. ഇന്ന് രാത്രി ഞാൻ ഉയർത്തി കാണിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. സ്വാതന്ത്ര്യ ദിനത്തിന്റെ 79ാം വർഷം കൊണ്ടാടുമ്പോഴും വിളിച്ചു പറയട്ടെ, ഇന്ത്യക്ക് 2025 വർഷങ്ങൾക്കപ്പുറത്ത് മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിന് വേണ്ടി പാപമില്ലാത്തവനായി ഈ ഭൂമിയിൽ വന്നു. സ്തോത്രം. എബ്രായ ലേഖന കർത്താവ് ഇങ്ങനെ പറയുന്നു, അവൻ മരണം ആസ്വദിക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ചില വേദപണ്ഡിതന്മാർ പറയുന്നു, യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്തെക്കുറിച്ച് ഏലിയാവും മോശയും സ്തോത്രം വാനമേഘത്തിൽ വന്ന് അവനോട് പറയുമ്പോൾ യേശു ഗെത്സമനയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. സ്തോത്രം. മെഡിക്കൽ ഫീൽഡ് പറയുമ്പോൾ സ്തോത്രം, ഒരു മനുഷ്യൻ്റെ അവന് സഹിക്കാൻ പറ്റാത്ത വേദന അവൻ്റെ അകത്ത് വ്യാപരിക്കപ്പെടുമ്പോൾ സ്തോത്രം അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളായി മാറുന്നത്. യേശുവിൻ്റെ വിയർപ്പ് രക്തത്തുള്ളികളായി മാറി സഹിക്കുവാൻ പറ്റാത്ത ആ രോധനയുടെ ശബ്ദം ആ ഗെത്സമനയിൽ ഉയർന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, എന്തിനാണെന്നറിയാവോ? എൻ്റെയും നിന്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, എന്നെയും നിന്നെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, എന്നെയും നിന്നെയും സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കാൻ തീർക്കാൻ വേണ്ടി യേശു ആ കഠിനമായിരിക്കുന്ന പ്രയത്നം തന്റെ ചുമലിൽ ഏറ്റെടുക്കുവാനിടയായി. അതുകൊണ്ടാണ് സ്തോത്രം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം, മരണത്തിന് അവനെ പിടിച്ചു വെക്കുവാൻ കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഉലഹമഹാന്മാർ അഖിലരും ഉറങ്ങുന്ന കല്ലറകളുണ്ട്. എന്നാൽ പാലസ്തീന്റെ മണ്ണിൽ സ്തോത്രം യേശുവിൻ്റെ കല്ലറയുടെ പ്രത്യേകത, സകല കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. സ്തോത്രം. അവിടെ ഇസ്രയേൽ ഗവൺമെൻറ് ആളെ നിർത്തി പറഞ്ഞു കൊടുക്കുക, അവിടെ കാണാൻ വരുന്ന ടൂറിസ്റ്റുകളോട് നിങ്ങൾ പറയണം, യേശു ഇവിടെ ഇല്ല, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വരുന്ന ആ കല്ലറ കാണുന്ന ആളുകളോട് അവിടെ നിൽക്കുന്ന ഗൈഡ് പറഞ്ഞു കൊടുക്കും, യേശു ഇവിടെ ഇല്ല,
യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഒരുത്തൻ്റെ കല്ലറയ്ക്ക് മുമ്പിൽ ഇങ്ങനെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടില്ല. അതും എൻ്റെ കർത്താവിൻ്റെ കല്ലറയുടെ മുമ്പിൽ നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല പ്രിയമുള്ളവരെ, ഇന്ന് തുറന്നു കിടക്കുന്ന ഒരു കല്ലറയുണ്ടെങ്കിൽ യേശുവിൻ്റെ കല്ലറയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉലകമഹാന്മാരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. അത് വിളിച്ചറിയിക്കുന്ന ഒരു സത്യം, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വരരുതെന്ന് ആ സ്തോത്രം വളരെ ശക്തമായി അവർ തിരിച്ചറിഞ്ഞിട്ട് വലിയ പാറയ അതിനെ ഉരുട്ടി വെച്ച് കല്ലറ ഗുഹാമുഖം മൂടി. റോമൻ ഇംപീരിയൽ മുദ്ര ഇവിടെ പതിപ്പിച്ചു. റോമൻ പടയാളികളെ അവിടെ കാവൽ നിർത്തി. എന്താ? യേശു ഈ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വരരുത്. എന്നാൽ ദൈവവചനം വായിക്കുന്നവർക്കറിയാം, പഠിച്ചവർക്കറിയാം, തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു. തിരുവെഴുത്തും പ്രകാരം അവൻ 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ചുകൊണ്ട്, റോമൻ ഇംപീരിയൽ മുദ്രകളെ തകർത്തുകൊണ്ട്, റോമൻ സാമ്രാജ്യത്തിന്റെ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് യേശു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങൾ തിരിച്ചറിയുക, യേശുവിനെ പിടിച്ചു വെക്കുവാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർ സ്തോത്രം തോറ്റവന്റെ കൂടെയല്ല, ജയിച്ചവന്റെ കൂടെയാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പറ, എൻ്റെ പരാജയങ്ങൾ വിജയമായി മാറാൻ പോകുകയാ. എൻ്റെ ഞെരുക്കങ്ങൾ വിശാലതയിലേക്ക് വരാൻ പോകുകയാ. എൻ്റെ രട്ടുമാറി എന്നെ ഉത്സവം ധരിപ്പാൻ പോകുകയാ. എൻ്റെ സങ്കടം മാറ്റി എനിക്ക് ആനന്ദം തരാൻ വേണ്ടി പോകുകയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹൃദയം നിറഞ്ഞു കവിയുമ്പോഴാണ് വാ തുറന്ന് സംസാരിക്കുന്നത്. ഹൃദയത്തിനകത്ത് സന്തോഷം വന്നാൽ വാ പൂട്ടിയിരിക്കാൻ പറ്റത്തില്ല. അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഇന്ന് രാത്രി എൻ്റെ ദൈവം ഒരു ഉപകാരമെങ്കിലും നിനക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിശബ്ദതയോടുകൂടി ഇരിക്കുവാനല്ല, അവൻ നിനക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ ഇടയായി തീരണം. എന്താണെന്നറിയാമോ? ആരാധന സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടി കൊടുക്കുന്ന നന്ദി പ്രകടനമാ ആരാധന. ഇന്ന് രാത്രി മുറ്റത്ത് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചത് ഒരു നന്ദി പ്രകടനമാണ്, ഒരു ആരാധനയാണ്. എന്തത്തിന്റെ ആരാധന എന്ന് ചോദിച്ചാൽ ഇതൊരു വിടുതലിന്റെ ആരാധനയാ. കഴിഞ്ഞ നാളുകളിൽ രോഗത്തിന്റെ അവസ്ഥയിൽ ശത്രു ഒതുക്കിക്കളയാൻ നോക്കിയ മണ്ഡലത്ത് ഇനി നീ പുറത്തു വരത്തില്ല, ഇനി നീ ജീവിക്കത്തില്ല, ഇനി നീ ലോകം കാണത്തില്ലെന്ന് ശത്രു വിധി എഴുതിയ അവന്റെ വിധികളെ മാറ്റിമറിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെട്ട് അത്ഭുതം ഈ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ദൈവാത്മാവ് ചെയ്തെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദുഃഖത്തോടെ ഇരിക്കേണ്ട, സന്തോഷത്തോടു കൂടെ ഇരിക്കണം. ഇന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് നീ ഭവനത്തിലേക്ക് പോകുമ്പോൾ സന്തോഷത്തോടെ പോകണം. ഹല്ലേലൂയ. നീ വീട്ടിൽ നിന്ന് വന്നപ്പോൾ പിണങ്ങിയായിരിക്കാം വന്നത്, പലതും പറഞ്ഞുകൊണ്ടായിരിക്കാം ഇതിനകത്തേക്ക് വന്നത്. പക്ഷേ ഇന്ന് രാത്രി നീ മടങ്ങി പോകുമ്പോൾ സന്തോഷത്തോടെ മടങ്ങണം. നീ വീടിന്റെ പടിമുറ്റത്ത് ചെല്ലുന്നതിന് മുമ്പേ നീ പ്രാർത്ഥിച്ച വിഷയത്തിന് മറുപടി തന്ന് നിന്നെ അനുഗ്രഹിപ്പാൻ, ആദരിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ, നിന്നെ സ്തോത്രം ഉയർത്തുവാൻ ശക്തനായ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആഫ്രിക്കക്കാരി കന്ദക്കി എന്ന് പറയുന്ന എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രിയായ ഷണ്ണൻ ഒരിക്കൽ പെരുന്നാൾ കൂടുവാൻ സ്തോത്രം യെരൂശലേമിലേക്ക് വന്നു. ഷണ്ണൻ വന്ന് തൻ്റെ തേരിലാണ് വന്നത്. തേരിൽ വന്നിട്ട് പെരുന്നാൾ കൂടി എല്ലാവരും പോയപ്പോൾ അവിടുന്ന് യെശയ്യാ പ്രവാചകന്റെ ചുരുളുമാടിച്ചു, പുസ്തകം വാങ്ങിച്ചു. പുസ്തകം വാങ്ങിച്ച് തൻ്റെ തേരിൽ താൻ കടന്നു വരുമ്പോൾ ആ പുസ്തകം, ആ ചുരുട് തുറന്നൊന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥമൊന്നും ഗ്രഹിക്കുവാൻ കഴിയാതെ വളരെ മനസ്സ് വ്യാകുലപ്പെട്ടവനായിരുന്നു. വായിച്ചത് യെശയ്യാപ്രവചനം 53-ാം അധ്യായമാണ്. എന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് കാലത്തിന്റെ തികവെങ്കിൽ എഴുതി വച്ചിരിക്കുന്ന പ്രവചന സൂത്രങ്ങളാണ് ഇവിടെ സ്തോത്രം ഷണ്ണൻ വായിക്കുവാനിടയായത്. സ്തോത്രം. ഷണ്ണന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ലോകത്ത് മനുഷ്യരാരും കണ്ടില്ലെങ്കിലും ദൈവം കണ്ടിട്ട് പറഞ്ഞു, ഫിലിപ്പോസിനോട് പറഞ്ഞു, നീ ഷണ്ണന്റെ തേരിനോട് ചേർന്ന് നടക്കണം. എവിടെ? ആത്മാവനെ കൊണ്ടുപോയി. സ്തോത്രം. നോക്കിയപ്പോൾ തേരിനകത്ത് വീട്ടിലേക്ക് പോകും വഴി ഷണ്ണൻ പുസ്തകം വായിക്കുന്നെങ്കിലും അതിൻ്റെ അർത്ഥമൊന്നും പിടികിട്ടുന്നില്ല. സ്തോത്രം. ഫിലിപ്പോസ് ചോദിച്ചൊരു കാര്യമുണ്ട്. യജമാനനെ അങ്ങ് വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ?
സ്തോത്രം. ഷണ്ണന്റെ മറുപടി, ഒരുവൻ പൊരുള് തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? ദൈവത്തിൻ്റെ ആത്മനിറവുള്ള മനുഷ്യൻ ആ വചനത്തിൻ്റെ ആഴമേറിയ അരുളപ്പാടുകളെ വ്യക്തമായി പകർന്നു കൊടുത്തപ്പോൾ ഷണ്ണന് മനസ്സിലായി, യേശു എനിക്കും വേണ്ടി മരിച്ചവനാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ യേശുവിനോടുകൂടെ എനിക്കൊന്ന് ചേരണം. പ്രൈസ് ദി ലോർഡ്. യേശുവിനോടുകൂടെ എനിക്കൊന്ന് ചേരണം. സ്തോത്രം. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, സ്തോത്രം, ആ പൊരുള് തിരിച്ചു കൊടുത്തപ്പോൾ അവൻ എന്തെന്നില്ലാത്തൊരു സന്തോഷം അവന്റെ അകത്തു വ്യാപരിച്ചു. അവന്റെ അകത്തിരുന്ന അന്ധകാരത്തിന്റെ ശക്തികൾ അന്ന് അവനെ വിട്ടു പോയി. എന്താണെന്നറിയാമോ? ദൈവവചനം അകത്തു കയറിയപ്പോൾ അകത്തിരുന്ന ദൂഷ്ടശക്തി പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിന്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്ക. നിന്നെ വിളിച്ചത് ഇന്നലകളിലല്ല, നിന്നെ വിളിച്ചത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നിന്നെ വിളിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂതായി ഇടപെടുകയാണ്. സ്തോത്രം. നിന്നെ വിളിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പേ. സ്തോത്രം. നിനക്കൊരു കുഴപ്പമില്ല, നല്ല പേഴ്സണാലിറ്റി ഉണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്, നല്ല കുടുംബ മഹിമയുണ്ട്. സ്തോത്രം. ഒന്നും കുഴപ്പമില്ല. പക്ഷേ ദൈവം നിന്നെ വിളിച്ച വിളിയുടെ തിരിച്ചറിവിന്ന് രാത്രി നീ പ്രാപിച്ചു വേണം ഭവനത്തിലേക്ക് മടങ്ങിപ്പോകാൻ. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പല പ്രാവശ്യം നിന്നെ വിളിച്ചിട്ടും ആ വിളി കേൾക്കുവാൻ കഴിയാതെ നിന്റെ ഇഷ്ടമാണ് നീ മുൻപോട്ട് വെക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി നിന്നോടുള്ള ഒരു ദൂതാണ്. ഇന്ന് രാത്രി അവൻ്റെ വിളിക്ക് വേണ്ടി നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു രാത്രിയുടെ ആയിത്തീരട്ടെ. അതിനായി ഇന്ന് സമർപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ ഇന്ന് രാത്രി ഒരു ദൂത് കൈമാറുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു, യെശയ്യാപ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നതിന് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായ് തുറക്കാതിരുന്നു. സ്തോത്രം, സ്തോത്രം. അവിടെ ഒരു വാക്യം എന്നെ ചിന്തിപ്പിച്ചിട്ടുണ്ട്. യേശു പിതാവായ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, അപ്പാ, അങ്ങനെ കൈവിട്ടോ, അങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞോ? ക്രൂശിൽ കിടന്ന് ഏലി ഏലി ലമ്മാ ശബക്താനി, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവത്തിന്റെ ചോദ്യം, മകനെ, ഞാൻ നിന്നെ കൈവിട്ടോ? ഇല്ല. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു, അല്പനേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോടെ ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ അല്പനേരത്തേക്കേ ഉള്ളൂ. നീ ഇപ്പോൾ കടന്നു പോകുന്ന ചില മേഖലകൾ ദുഃഖങ്ങൾ നിറഞ്ഞതാ, വേദനകൾ നിറഞ്ഞതാ, ഞെരുക്കം നിറഞ്ഞതാ, പ്രയാസങ്ങൾ നിറഞ്ഞതാ. അത് അല്പനേരത്തേക്കേ ഉള്ളൂ. പക്ഷേ നിന്നെ മഹാകരുണയോടെ ചേർക്കുന്ന ഒരു കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഇന്ന് രാത്രി നീ കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. തിരുവെഴുത്ത് ഇങ്ങനെ വായിക്കുന്നു, വെള്ളം കണ്ടപ്പോൾ, സ്തോത്രം, ഷണ്ഡൻ ചോദിച്ചു, സ്നാനപ്പെടുന്നതിന് എന്താ താമസം? നീ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ ആകാം. തിരുവെഴുത്ത് പറയുന്നു, രണ്ടുപേരും അവിടെ ഇറങ്ങി സ്നാനപ്പെട്ട് സന്തോഷത്തോടെ അവർ മടങ്ങിപ്പോയി. ഇന്ന് രാത്രിയിൽ ദൈവശബ്ദം കേൾക്കുന്ന ദേശമേ, ദേശനിവാസികളെ, വാത്സല്യ സഹോദരങ്ങളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സങ്കടം മാറ്റി ഇന്ന് രാത്രി അവനെ ആനന്ദം ധരിപ്പിക്കുക. ഒരുപക്ഷെ നിന്റെ അടുത്തിരിക്കുന്നവരോട് പോലും തുറന്നു പറയുവാൻ കഴിയാത്ത വേദനാജനകമായ അവസ്ഥയുടെ നടുവിൽ ഇന്ന് രാത്രി നീ നീറിപ്പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ഹൃദയത്തെ കാണുന്നവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ദേവാലയത്തിനകത്ത് കിടന്ന് വേദന ആരുമായി പങ്കിടാതെ ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു ഹന്നയുടെ ഹൃദയത്തെ കണ്ട ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ വിഷയം എന്തു തന്നെ ആയിക്കോട്ടെ, ചിലതൊക്കെ നിനക്ക് പരാജയമായിക്കോട്ടെ, ഒന്നും ദൈവം അറിയാതല്ല. ദൈവമെടുത്ത് ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് രാത്രി നീ തിരിച്ചറിയണം, ദൈവം അറിയാതെ ഒന്നും നിന്റെ കുടുംബത്തിൽ, നിന്റെ ബിസിനസ്സിൽ, നിന്റെ ജോലി കാര്യങ്ങളിൽ, നിന്റെ മിനിസ്ട്രിയിൽ, നിന്റെ ശുശ്രൂഷയിൽ സംഭവിച്ചിട്ടില്ല. സംഭവിച്ചതെങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ടേയുള്ളൂ. എന്താ തെളിവെന്ന് ചോദിച്ചാൽ തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, നിന്റെ തലയിന്ന് ഒരു മുടി വഴിഞ്ഞ് താഴെ വീണാൽ അത് ദൈവം അറിയാതെ സംഭവിക്കുന്നില്ല. രാത്രി ഇവിടെ ഇരിക്കുന്നവർ ഒന്ന് ചിന്തിക്കണം, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. സ്തോത്രം. നിന്നെ, സ്തോത്രം, യഥാർത്ഥമായി അറിയുന്ന ദൈവമാണ്.
നിന്നെ യഥാർത്ഥമായി കാണുന്നത് ദൈവമാണ്. നിന്റെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്നത് ദൈവമാണ്. മറ്റുള്ളവരൊക്കെ നോക്കുമ്പോൾ ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിലും സ്തോത്രം, നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് സ്തോത്രം, ഹല്ലേലൂയ, നീ ഒഴുക്കുന്ന കണ്ണുനീരിന് മറുപടി തരുവാൻ, നിന്റെ വേദനയ്ക്ക് മറുപടി തരുവാൻ ഇന്ന് രാത്രി നിന്റെ കണ്ണുനീർ കണ്ട, നിന്റെ വേദന അറിയുന്ന, നിന്റെ പ്രയാസങ്ങളെ അറിയുന്ന കർത്താവ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കുക. സ്തോത്രം, നിന്റെ ജീവിതത്തിൻ്റെ കുറവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പാകെ ഇന്ന് രാത്രി നിരത്തി വെച്ച് ഇന്ന് രാത്രി ഒരു വിടുതൽ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി വളരെ ശക്തമായി ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതങ്ങളെ സ്തോത്രം, എനിക്ക് ഇന്ന് രാത്രിയിൽ ഈ വേദി നിന്നുകൊണ്ട് വിളിച്ചു പറയുവാനുണ്ട്, ഇത് നിങ്ങളുടെ സമയമാണ്. ഇനി സമയമില്ല, കാലമില്ല, ഈ കാലമെല്ലാം കഴിയാൻ പോകുകയാണ്. നമ്മുടെ കർത്താവ് നമ്മെ ചേർക്കുവാൻ താമസമെന്ന വാനമേഘത്തിൽ കോടാനുകോടി ദൂതന്മാരുമായി ദൂതസഞ്ചയമായി കടന്നു വരുവാനുള്ള സമയം ആഗതമായിരിക്കുന്നതുകൊണ്ട് അവൻ്റെ വരവിൽ പ്രത്യാശയുള്ളവരായി ഇന്ന് രാത്രി നമുക്കൊരുങ്ങാം. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, വലിയൊരു ന്യായവിധി വരുന്നുണ്ട്. അതിനു മുമ്പിൽ നമ്മെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ സർവകൃപാലുവായ ദൈവം അതിനവസരങ്ങളും മുഖാന്തരങ്ങളും ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.